ജീവിക്കുകയല്ല. നിങ്ങൾക്ക് ഒരാപത്തും കൂടാതെ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചേക്കണം. അത് ഞങ്ങൾ സഹായിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി. എനിക്ക് എന്റെ കൊച്ചിനെ തിരിച്ചു എന്റെ കയ്യിൽ നിന്ന് താഴെ വീണത് ഞാൻ വിചാരിച്ചില്ല. അവള് താഴെ പോകുന്ന കുഞ്ഞ് താഴെ പോയി ഒത്തിരി കരഞ്ഞു. എനിക്ക് എന്റെ കുഞ്ഞിന്റെ ജീവൻ വേണം. അവളെല്ലാതെ ജീവിക്കുകയല്ല. നിങ്ങൾക്ക് ഒരാപത്തും കൂടാതെ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചേക്കണം. അത് ഞങ്ങൾ സഹായിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി. ശ്വാസം എടുക്കാൻ ആരെങ്കിലും പോലും വയ്യ. എനിക്ക് എന്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു വേണം. എല്ലാരും ഞാനെങ്ങും പോവാനും ജീവിച്ചിരിക്കാനോ എന്റെ കുഞ്ഞിനെ കിട്ടിയില്ലാലും. എന്റെ പൊന്നുപോളാണ് ഞങ്ങളുടെ കയ്യിൽ വെച്ചൊരു കുഞ്ഞ്. അവളെ മേശപ്പുറത്ത് വീട് പോയതാ. എല്ലാരും രക്ഷിക്കണം. ആരോടും പറയാനില്ല. ഞങ്ങളെ സഹായിക്കാനില്ല. ഇന്ന് ഈ ലോകത്തിൽ ഒരു പക്ഷേ ഏറ്റവും അധികം സങ്കടപ്പെടുന്ന വേദനിക്കുന്ന ഒരു അമ്മയുടെ വാക്കുകളാണ് നമ്മളെല്ലാവരും കേട്ടത്. തന്നെ അറിയാതെ പറ്റിപ്പോയൊരു തെറ്റ്. തന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞ് നിലത്ത് വീണ് ഇന്ന് ആ മോള് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിൽ ജീവനോട് മല്ലിട്ട് കഴിയുമ്പോൾ ഈ അമ്മ പറഞ്ഞത് എന്റെ മോളില്ലാതെ ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല എന്നുള്ള വാക്കുകളാണ്. ആ മോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മുമ്പിൽ ഈ കുടുംബം വന്നിട്ട് കൈനീട്ടിട്ടുള്ളത്. 8 മാസം മാത്രം പ്രായമുള്ള പാത്തു എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഋഗ്വേദ മോളെ ജീവൻ രക്ഷിക്കാനായിട്ട് എല്ലാവരും ഈ നിമിഷം മുതൽ കൂടെ ഉണ്ടാകണം. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം. ഷഹീൻ കെ മൊയ്തീനാണ്. കഴിഞ്ഞ നവംബർ 21-ാം തീയതി മൂത്ത മകനെ ഈ സഹോദരി പഠിപ്പിക്കുന്നതിനിടയിലാണ് മേശപ്പുറത്തിരിക്കുകയായിരുന്നു. ഇളയ കുഞ്ഞിനെ ഒരു കയ്യിൽ എടുത്തു വെച്ചിട്ട് മൂത്ത മകനെ പഠിപ്പിക്കുന്നതിനിടയിൽ പെൻസിൽ താഴെ വീണപ്പോ അതൊന്ന് കുമ്പിട്ടെടുക്കുന്ന ആ സമയത്താണ് പൊന്നുമോൻ ഇവരുടെ കയ്യിൽ നിന്ന് താഴേക്ക് ചാടുന്നത്. തലയടിച്ച് വീണ് അപ്പൊ തന്നെ നെറ്റിയിൽ വലിയൊരു മുഴ വന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ക്രിട്ടിക്കലായതിനെ തുടർന്ന് 2-3 ഹോസ്പിറ്റലിൽ മാറിയിട്ടാണ് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിലെത്തിയത്. വളരെ എമർജൻസി ആയിട്ടൊരു സർജറി ചെയ്ത് തലയോട്ടിയുടെ ഒരു ഭാഗം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാക്കും. എടുത്തു മാറ്റി 8 യൂണിറ്റ് ബ്ലഡൊക്കെ കയറ്റിയിട്ടാണ് കുഞ്ഞു ജീവൻ ഇപ്പോ ഡോക്ടർമാർ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ട്, അടുപ്പിച്ചടുപ്പിച്ച് ഫിക്സ് വരുന്നുണ്ട്. ഇനി ഒരു മേജർ സർജറി കൂടി പൊന്നുമോൾക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഇതുവരെ 10 ലക്ഷത്തോളം രൂപ ഹോസ്പിറ്റലിൽ ബില്ല് വന്നിട്ടുണ്ട്. ആകെ ഈ കുടുംബത്തിന് അടക്കാൻ കഴിഞ്ഞിട്ടുള്ള വെറും 25,000 രൂപ മാത്രമാണ്. ഇത് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് ഋഗ്വേദ മോളുടെ ചികിത്സക്കുള്ള എസ്റ്റിമേറ്റ് ആണ്. ഇനിയും ഏകദേശം 1 മാസത്തിലധികം വെന്റിലേറ്ററിലും ICUയിലും വാർഡിലും ഒക്കെ ആയിട്ട് ചികിത്സ നടത്തിയാൽ മാത്രമേ പൊന്നുമോളുടെ ജീവൻ രക്ഷിച്ച് പതുക്കെ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയുള്ളൂ. വിഷ്ണുവാണ് കുട്ടിയുടെ അച്ഛൻ. അദ്ദേഹം ഒരു ഓട്ടോ ഓടിച്ചിട്ടാണ് കുടുംബം പുലർത്തി വരുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും വാടക വീടാണ്. ഇവര് ഇടുക്കി നെടുങ്കണ്ടത്താണ് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് ജോലി ആവശ്യാർത്ഥം ഇപ്പോ എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള നെല്ലിക്കുഴി പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. പ്രിയമുള്ളവരെ, അവിടെ നല്ലവരായ നാട്ടുകാരൊക്കെ ഇദ്ദേഹത്തിന്റെ വിഷ്ണുവിന്റെ കുഞ്ഞിന്റെ അവസ്ഥ മനസ്സിലാക്കി അവിടുത്തെ മഹല്ല് ഭാരവാഹികളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ചേർന്നിട്ടൊരു വലിയൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ കൂടെ എല്ലാവരും അണിചേരണം, സഹായിക്കണം. എൻ്റെ പേര് മജീദ്, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. ഞങ്ങളുടെ പഞ്ചായത്തിനകത്ത് 2-ാം വാർഡിൽ വിഷ്ണു എന്നുള്ളൊരു ചെറുപ്പക്കാരൻ്റെ മകള് എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് താഴെ വീണ് ബ്രെയിനിന് ക്ഷതമേറ്റ് ആസ്റ്റർ മെഡിസിറ്റിൽ അഡ്മിറ്റാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ച് ഒരു സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പൊതുസമൂഹം ഒരു നല്ല ഉദ്ദേശത്തോടുകൂടി കണ്ട് ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള വൈദ്യസഹായത്തിന് വേണ്ട സഹായം ചെയ്യണമെന്ന് എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ നാട്ടിൽ നെല്ലിക്കുഴി 2-ാം വാർഡിൽ താമസിക്കുന്ന പാവപ്പെട്ട വിഷ്ണു എന്ന സഹോദരൻ്റെ കുഞ്ഞുകുട്ടി, പെൺകുട്ടി വളരെ സീരിയസായി ആസ്റ്റർ മെഡിസിറ്റിയിലാണുള്ളത്. അതിനാൽ എല്ലാവരും ആ കുട്ടിയുടെ സഹായനിധിയിലേക്ക് നല്ല സഹായങ്ങൾ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും അതിനോടൊപ്പം നമ്മുടെ ഒരു കുട്ടി എന്നുള്ള നിലയിൽ എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് മെമ്പറാണ്. ആ കുട്ടിയുടെ ചികിത്സ ആവശ്യത്തിന് വേണ്ടിയിട്ട് നാട്ടിലെ എല്ലാവരും
വളരെ നല്ല രീതിയിലുള്ള സഹായ സാധനങ്ങൾ നൽകണമെന്നും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്നുമാണ് പറയാനുള്ളത്. ഞാനിവിടുത്തെ നെല്ലിക്കുഴിയിലെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് അലി പടിഞ്ഞാറച്ചാലി. വലിയ പ്രതിസന്ധിയുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ ഇവിടെയുള്ള ആളുകൾ കുറഞ്ഞ നാളുകൾ കൊണ്ട് വലിയ പരിചയത്തിലുള്ള ഒരു ചെറുപ്പക്കാരനാണ്. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് വളരെ ഗുരുതരമായി പരിക്ക് പറ്റി കിടക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.